जननी जननी शरणं जननी शरणं जनिमृदिहरणं जननी शरणं रारे 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 रा जननी 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 शरणं जननी 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 शरणं ടോക്കിയോവിലെ റൈറ്റ്സു സെന്ററിൽ 3 ദിവസത്തെ ദർശന പരിപാടികളാണ് നിശ്ചയിച്ചിരുന്നത്. അമ്മ പ്രഭാതത്തിൽ തന്നെ തന്റെ വിശ്രമമുറിയിൽ നിന്നും ദർശനവേദിയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസത്തെ സ്വീകരണത്തിനൊരുക്കിയ പുഷ്പകമാനങ്ങളെക്കാൾ കൂടുതൽ കമാനങ്ങളും കയ്യിലേന്തിക്കൊണ്ടാണ് ജപ്പാൻ മക്കൾ അമ്മയെ സ്വീകരിച്ചത്. ദിവ്യവും സുഗന്ധപൂരിതവുമായ ഒരു അന്തരീക്ഷം ഒരുക്കുവാനായി അമ്മയുടെ ജപ്പാനിലെ ഭക്തമക്കൾ സമർപ്പണ ബുദ്ധിയോടെ പരിശ്രമിച്ചിരുന്നു. തങ്ങളുടെ അരികിലണഞ്ഞ അമ്മയെ അവർ ഉപചാരപൂർവം സ്വീകരിച്ചു.
എല്ലാ വർഷവും തങ്ങളുടെ രാജ്യത്തേക്ക് തങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുവാനായി അണയുന്ന അമ്മയാണ്. ആ അമ്മയോടുള്ള അവരുടെ കൃതജ്ഞത ഭക്തരുടെ ഓരോ കർമ്മങ്ങളിലും ദർശിക്കുവാനാകുമായിരുന്നു. പാദപൂജയും ആരതിയും കൊണ്ട് ഗുരുതത്വത്തെ ആദരിക്കുന്ന മക്കൾക്ക് മേലുള്ള അമ്മയുടെ പുഷ്പവർഷം കൃപാവർഷം തന്നെയായിരുന്നു. തന്റെ അരികിലണഞ്ഞ സ്വീകരണ കമ്മിറ്റി അംഗങ്ങളായ മക്കളെ ആശ്ലേഷിക്കുവാനും അവിടുന്ന് മറന്നില്ല. അമ്മ ജപ്പാനിലുള്ള തന്റെ ഭക്തമക്കളെ ധ്യാനം പരിശീലിപ്പിക്കുകയാണ് ആദ്യമായി ചെയ്തത്. അമ്മയുടെ അഭാവത്തിലും ഭക്തർ അവിടുന്ന് നൽകിയ നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ധ്യാനം ദിനചര്യയാക്കുന്നു. അത് തങ്ങളിൽ ഓരോരുത്തരെയും മാനസികമായി പരിവർത്തനങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നതായി അമ്മയുടെ ലോകമാകെയുമുള്ള മക്കൾ സാക്ഷ്യപ്പെടുത്താറുണ്ട്. എന്നാൽ ധ്യാനത്തെ മനസ്സിന്റെ ആഴത്തിലേക്കുള്ള യാത്രയാക്കി മാറ്റിയാൽ ഏറ്റവും അമൂല്യമായവയെ തന്നെ നേടുവാൻ സാധിക്കുന്നു. അമ്മയുടെ ദർശനവേദിക്കരികിൽ ജപ്പാനിലെ കലാകാരന്മാരും കലാകാരികളും ഒരുക്കിയ ദൃശ്യശ്രവ്യാനുഭവങ്ങളെ ദൈവീകമെന്ന് തന്നെ പറയുവാനാകും. ഈജിപ്തിന്റെ മുൻകാല കലാസംസ്കൃതിയുടെ സംഭാവനയാണ് ഹാർപ്പ് എന്ന വാദ്യോപകരണം. പ്രശസ്തയായ ഒരു കലാകാരി ഹാർപ്പ് സംഗീതം ആലപിച്ചപ്പോൾ ക്ലാസിക്കൽ എന്ന പദം അന്വർത്ഥമാവുകയായിരുന്നു. ജപ്പാന്റെ മുഖമുദ്രയാണ് മൗണ്ട് ഫ്യൂജി. ടോക്കിയോയിൽ നിന്നും മൗണ്ട് ഫ്യൂജിയിലേക്ക് വർഷം മുഴുവനുമുള്ള ട്രെയിൻ സർവീസാണുള്ളത്. ഇവയിലുള്ള യാത്ര കുന്നുകളും തടാകങ്ങളും ആസ്വദിച്ചുകൊണ്ടുള്ളതാണ്. 12,389.2 അടി ഉയരമുള്ള പർവ്വതമാണ് ഫ്യൂജി. ഹോൻഷു ദ്വീപിലാണ് ജപ്പാനിലെ ഏറ്റവും ഉയരമുള്ള ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികപരമായും ഇതിന് പ്രാധാന്യം ഏറെയാണ്. ഇതിപ്പോഴും സ്ഫോടനക്ഷമതയുള്ള ഒരു അഗ്നിപർവ്വതമാണ് എന്നതാണ് മറ്റൊരു സവിശേഷത. എന്നാൽ ഒരു വർഷത്തിൽ 3 മാസവും ഈ പർവ്വതം മഞ്ഞണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണുവാനാകുന്നത്. ഓരോ സീസണിലും പകലിൻ്റെ ഓരോ വർണ്ണങ്ങളിലും ഇതിൻ്റെ ദൃശ്യഭംഗി വ്യത്യസ്തമായ അനുഭവമായിരിക്കും. 1707-708 കാലഘട്ടത്തിലാണ് ഇതിൻ്റെ അവസാന സ്ഫോടനം സംഭവിക്കുന്നത്. ജപ്പാന്റെ 3 വിശുദ്ധ മലകളിൽ ഒന്നാണ് ഫ്യൂജി. മൗണ്ട് ടാറ്റെ, മൗണ്ട് ഹാക്കു എന്നിവയാണ് മറ്റ് 2 നാമങ്ങൾ.
ലോക പൈതൃക ലിസ്റ്റിലുള്ള ഈ അഗ്നിപർവ്വതം ചിത്രകാരന്മാരെയും ഫോട്ടോഗ്രാഫർമാരെയും ഏറെ ആകർഷിക്കുന്ന കാഴ്ചകൾ സമ്മാനിക്കുന്നവയാണ്. വിദേശ രാജ്യങ്ങളിൽ അമ്മ ലോക നന്മയെ ചിന്തിച്ച് ആചരിക്കാറുള്ള ആത്മപൂജ ആരംഭിച്ചു. ജപ്പാനിലെ മക്കൾക്ക് ആത്മപൂജയുടെ മാഹാത്മ്യം വ്യക്തമായി അറിയാം. ആചാര്യ സവിധത്തിൽ നിന്നും ഗുരു സവിധത്തിൽ നിന്നും ജ്ഞാനതൃഷ്ണയോടെ അറിവുകൾ തിരയുന്നവരാണവർ. ഓരോ ശരീരത്തിൻ്റെയും നിർമ്മിതിക്ക് ആധാരം പഞ്ചഭൂതങ്ങളാണ്. അതായത് ആകാശം, വായു, ജലം, അഗ്നി, മണ്ണ്. ഇവയെ ദേവതാരൂപത്തിൽ സങ്കല്പിച്ച് ആരാധിക്കുന്നതാണ് ഭാരതീയ സംസ്കാരം. അമ്മ ആ സംസ്കാരത്തെ ഏറെ ആദരിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എടുത്തു പറയാറുണ്ട്. അതിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആത്മസ്വരൂപത്തെ തന്നെയാണ് ആദരിക്കുന്നത്. Amma's devotee since I was a little girl, thanks to my mom. എനിക്ക് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഭക്തയാകുവാൻ സാധിച്ചു. അതിന് അമ്മയ്ക്ക് നന്ദി. ഞാനിപ്പോൾ നയിക്കുന്ന ഈ ജീവിതത്തിലേക്ക് എന്നെ കൊണ്ടുചെന്ന് എത്തിച്ചത് അമ്മയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ജപ്പാനിലെ ESG റിസ്ക് കൺസൾട്ടിംഗ് കമ്പനിയിലാണ് ജോലി നോക്കുന്നത്. അതിൽ പ്രധാനമായും മനുഷ്യാവകാശവും സാമൂഹ്യക്ഷേമവുമാണ് ലക്ഷ്യം. മനുഷ്യാവകാശ ലംഘനം, ബാലവേല, അടിമത്തം, പീഡനം, വിഭാഗീയത തുടങ്ങിയവ ഉന്മൂലനം ചെയ്യണം. ഞാൻ ഈ ജോലിയിൽ വ്യാപൃതയാകുന്നതിനും ഇതിലേറെ ഇഷ്ടം തോന്നുന്നതിനും കാരണം അമ്മ മാത്രമാണ്. അമ്മ പറയാറുണ്ട്, ഈ ലോകത്ത് എല്ലാവരും ഭയമില്ലാതെ ഉറങ്ങുകയും വയറ് നിറച്ച ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് അമ്മയുടെ സ്വപ്നമെന്ന്. ആരും തന്നെ മറ്റൊരാളിൻ്റെ ആക്രമണത്തിൽ ആശുപത്രിയിൽ എത്താത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാകണം. നിസ്വാർത്ഥമായി പാവങ്ങളെ സഹായിക്കുന്ന ഒരു ദിവസം. ഇങ്ങനെയുള്ള ഒരു ദിവസമെങ്കിലും ഉണ്ടാകണേ എന്നാണ് അമ്മയുടെ പ്രാർത്ഥന. അതിനാൽ ഞാനും അമ്മയുടെ ദൗത്യത്തിൽ പങ്കാളിയാകുവാൻ ആഗ്രഹിക്കുന്നു. കണക്ക് കൂട്ടുമ്പോൾ എൻ്റെ സംഭാവന വളരെ ചെറുതായിരിക്കാം. എങ്കിലും എൻ്റെ കഴിവ് മുഴുവനും അമ്മയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനായി വിനിയോഗിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടയാണ്. It is Amma's prayer that at least this small dream be raised. So I always wanted to be part of Amma's job and wishing to work directly for Amma. I know that my contribution at this moment is too small to be counted, but I feel happy that I can use all my energy for fulfilling Amma's dream. അമ്മയുടെ ജപ്പാനിലെ മക്കൾക്ക് മേൽ അമ്മ പുഷ്പവർഷം ചൊരിയുന്ന വേള സമാഗതമാണ്. ഭക്തമക്കൾ ഏറെ ആനന്ദം അനുഭവിക്കുന്ന മുഹൂർത്തമാണ്. ദേവകൾ വാനിൽ നിന്നും പൂമഴ പൊഴിക്കുന്ന കഥകൾ പുരാണങ്ങളിൽ മാത്രമാണ് വായിച്ചിട്ടുള്ളത്. എന്നാൽ അമ്മയുടെ മക്കൾക്ക് അത് പ്രത്യക്ഷാനുഭവമാണ്. ഇവിടെ ദേവകൾക്ക് പകരം സാക്ഷാൽ ബ്രഹ്മസ്വരൂപിണി തന്നെയാണ് മക്കളെ ആശീർവദിക്കുവാനായി എത്തിയിരിക്കുന്നത്. വേദോപനിഷത്തുകൾ വാഴ്ത്തുന്ന ബ്രഹ്മതത്വത്തെ മനുഷ്യർക്ക് സ്പർശിക്കുവാനോ ദർശിക്കുവാനോ സാധിക്കുകയില്ല. എന്നാൽ ആനന്ദദായകമായ ആ അവബോധത്തെ കലിയുഗത്തിലും മനുഷ്യന് പ്രാപ്തമാക്കുവാനാകും. അമ്മയുടെ ഇളം തളിരിനെ വെല്ലുന്ന കരസ്പർശങ്ങളിലൂടെ പുഷ്പദലങ്ങളെയും വെല്ലുന്ന മൃദുവും സുഗന്ധപൂരിതവുമായ ആ ആശ്ലേഷത്തിലൂടെ അമ്മയുടെ ജപ്പാനിലെ ഭക്തമക്കൾക്ക് അവിടത്തോട് വിട പറയുവാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്.
അതുവരെ ആ ദിവ്യരൂപദർശനം അകതാരിൽ നിറയ്ക്കുവാനുള്ള ആഗ്രഹത്തോടെ അമ്മയുടെ ജപ്പാൻ മക്കൾ അമ്മയ്ക്ക് മുന്നിലിരുന്നു, ധ്യാനാത്മകമായ മനസ്സോടെ. 1000 മിഴിദീപങ്ങൾ അമ്മയ്ക്ക് മുന്നിൽ കൊളുത്തിവെച്ചതുപോലെയാണ് തോന്നിയത്. ഒരു മാത്ര പോലും ഉലയാതെ, അണയാതെ അവ അമ്മയ്ക്ക് വേണ്ടി ജ്വലിച്ചുകൊണ്ടിരുന്നു. ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും സ്മരണകളെ ഉണർത്തുന്ന മുഹൂർത്തങ്ങൾക്കാണ് റൈറ്റ്സു ഹാൾ സാക്ഷ്യം വഹിച്ചതെന്ന് പറയാം. അമ്മ നൽകിയ അലൗകികാനുഭവത്താൽ കരഞ്ഞും ചിരിച്ചും പാട്ടുപാടിയും നൃത്തമാടിയും ഇരുന്നിരുന്ന ഭക്തർ പൊടുന്നനെ ഉണർവോടെ ഉത്സാഹത്തോടെ എഴുന്നേൽക്കുകയായി. അമ്മയുടെ മാതാറാണി കി ജയ് വിളികളാണ് അവരെ ധ്യാനത്തിന്റെ ലോകത്തിൽ നിന്നും വിളിച്ചുണർത്തിയത്. ചിലർ ആ പാദങ്ങളിലും കരങ്ങളിലും മൃദുവായി സ്പർശിച്ച് ആത്മനിർവൃതി അനുഭവിച്ചു. അവർ അമ്മയെ യാത്രയാക്കുവാനുള്ള ആവേശത്തിലേക്ക് തങ്ങളുടെ മനസ്സിനെ ഉണർത്തുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിശയമാകില്ല. വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ ജഗദംബേ. അമ്മ അനുഗ്രഹിച്ച നവവധൂവരന്മാർ അമ്മയോട് യാത്ര പറയുവാൻ ഹാരങ്ങൾ അണിഞ്ഞ് കാത്തു നിൽക്കുന്നത് കാണാമായിരുന്നു. എസ്കലേറ്ററിലൂടെ താഴേക്ക് നീങ്ങുമ്പോഴും നാമമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട് മുകളിൽ നിന്നിരുന്ന മക്കളെ അവിടുന്ന് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കരയുന്ന കുഞ്ഞുമക്കൾക്ക് അമ്മ കൈയുയർത്തി യാത്ര പറയുന്നുണ്ടായിരുന്നു. സ്നേഹോഷ്മളമായ കടാക്ഷത്താൽ ഏവരെയും അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ വാഹനത്തിലേക്ക് പ്രവേശിച്ചു. അവിടുന്ന് വർത്തമാനത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആനന്ദപ്രവാഹം അതിരുകളില്ലാത്ത ഭൂമികകളിലൂടെ ഒഴുകുകയാണ്. മനസ്സുകളിൽ നിന്നും മനസ്സുകളിലേക്ക്, രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളിലേക്ക്. ജപ്പാനിലെ ടോക്കിയോ ഇന്റർനാഷണൽ എയർപോർട്ട് ഹനേഡ ഇന്റർനാഷണൽ എന്നും അറിയപ്പെടുന്നു. ടോക്കിയോയിലെ 2 സുപ്രധാന വിമാനത്താവളങ്ങളിൽ ഒന്നാണിത്. 3 ദിവസം നീണ്ടുനിന്ന ജപ്പാൻ സന്ദർശന പരിപാടികൾക്ക് ശേഷം അമ്മ തന്റെ യാത്രാ സംഘത്തോടൊപ്പം സിയാറ്റിലേക്ക് യാത്രയാവുകയാണ്. ടോക്കിയോ എയർപോർട്ടിൽ എത്തിച്ചേർന്ന അമ്മ തൻ്റെ യാത്രാ പരിശോധനകൾ പൂർത്തിയാക്കി. ഇനി തൻ്റെ യാത്രാ സംഘാംഗങ്ങളായ മക്കളോടൊത്ത് അവിടത്തേക്ക് വിമാനത്തിൻ്റെ വരവിനായി കാത്തിരിക്കേണ്ടതുണ്ട്. അതിനിടയിൽ അമ്മയുടെ ഒരാശ്ലേഷം കൊതിച്ചുകൊണ്ട് അകന്നു നിന്നിരുന്ന മക്കളുടെ മനസ്സ് അവിടുന്ന് വായിച്ചിട്ടുണ്ടാകണം.
അവരെ ഓരോരുത്തരെയായി അമ്മ അരികിലേക്ക് ക്ഷണിച്ചു. അലൗകികമായ ആശ്ലേഷത്തിന് ശരീരവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന അമ്മയുടെ മഹാശ്ലേഷം. അത് കണ്ടു നിൽക്കുന്നവർക്ക് അമ്മയെ ആദ്യമായി ആശ്ലേഷിക്കുന്ന വ്യക്തികൾ ആരെന്ന് ഒരിക്കലും വ്യക്തമാകാറില്ല. ആ ആനന്ദബോധത്തിൽ ഉൾച്ചേരാത്തതായി ആരാണുണ്ടായിരിക്കുക? ഹൃദയത്തെ തിരിച്ചറിയുന്ന ധന്യമായ നിമിഷങ്ങൾക്കാണ് ടോക്കിയോ ഇന്റർനാഷണൽ എയർപോർട്ട് സാക്ഷിയായത്. Spreading love, you are the one. जग के अमृता प्रेम सुरीवा, जग के अमृता प्रेम सुरीवा, जननी जगदा भाग्यवनी, जननी जगदा भाग्यवनी, जननी जगदा भाग्यवनी, जननी You are the moon from the skies. You are the moon spreading love. You are the one sprinkling nice, the nectar of heaven and life. You are the moon from the skies. You are the moon spreading love. You are the moon. जग के അനന്തരം അമ്മയും യാത്രാസംഘത്തിലെ മക്കളും ഒരിടത്ത് കൂടുകയായി. जग के अमृता प्रेम सुरीवा, जननी जगदा भाग्यवनी, जननी जगदा भाग्यवनी, जननी जगदा भाग्यवनी, जननी. അമ്മയുടെ അനുമതിയോടെ സിദ്ധാർത്ഥ് ഭക്തകവി തുളസീദാസിന്റെ ഒരു ഹിന്ദുസ്ഥാനി ഭജന ആലപിക്കുവാൻ ആരംഭിച്ചു. ധ്യാനാത്മകമായ ആ ഗീതത്തിൽ അലിഞ്ഞ് അമ്മയോടൊപ്പം ഏവരും ആനന്ദാനുഭൂതിയിൽ ലയിച്ചു ചേരുകയായിരുന്നു. चलत नयन जलधारे, चलत नयन जलधारे, प्यारे. അമ്മയുടെ പ്രേമം തന്നെയാണ് മക്കൾക്ക് എന്തിനേക്കാളും അധികം ആനന്ദമേകുന്നത് എന്നതാണ് വാസ്തവം. जग के अमृता प्रेम सुरीवा, जग തന്റെ മക്കളോടൊത്തുള്ള ആനന്ദ നിമിഷങ്ങൾക്ക് ശേഷം അമ്മ യാത്ര പുറപ്പെടുകയായി. സിയാറ്റിലേക്കാണ് അടുത്ത യാത്ര. വടക്കേ അമേരിക്കയിലെ വാഷിംഗ്ടണിലാണ് സിയാറ്റിൽ. ഇനി യാത്രാസംഘത്തിന് മണിക്കൂറുകൾ നീളുന്ന ആകാശ സഞ്ചാരമാണ്, അതും അമ്മയോടൊപ്പം.